നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സൂപ്പർ സ്റ്റാർ മക്കളെ റെഡി? ഓ സൂപ്പർ ഓർക്കസ്ട്ര നമുക്ക് ജഡ്ജസിനെ വെൽക്കം ചെയ്തിട്ട് വരാം. ശരത് സർ. യെസ് ബേബി. ചേച്ചി. ഹായ് ഡോൾ. ഹായ്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്. അതിനു മുന്നേ നമ്മുടെ ആ സീറ്റിലേക്ക് ഒരാൾ വരണ്ടേ? പിന്നെ തീർച്ചയായിട്ടും. ഔസേപ്പച്ചൻ സാർ വന്നു, കുറെ ദിവസം നമ്മുടെ കൂടെ അടിച്ച് പൊളിച്ച് സ്പെൻഡ് ചെയ്ത്. സാർ കുറച്ച് തിരക്ക് കാരണം സാർ ഒന്ന് പോയി. അപ്പൊ ആ സീറ്റിലേക്ക് നമുക്ക് ഒരാളെ കൊണ്ടുവരണം. നല്ല ആളെ തന്നെ കൊണ്ടുവരണം. മ്യൂസിക് കമ്പോസർ ആണ്, മ്യൂസിക് ഡയറക്ടർ ആണ്, സിംഗർ ആണ്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കും. ഒരുവിധം പിടി കിട്ടി ചക്കരെ. സൂപ്പർ സ്റ്റാർ എന്ന പേരുമായിട്ട് വളരെ ബന്ധമാണ്. സൂപ്പർ സ്റ്റാർ പറഞ്ഞത് കൊണ്ട് കിട്ടിയോ? ആദ്യത്തെ സിനിമയിലെ പാട്ടുകൾ തന്നെ സൂപ്പർ ഹിറ്റ്. ഞാൻ വിളിക്കട്ടെ? വിളിക്കൂ. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അൽഫോൺസ് സർ. അൽഫോൺസ് സാറിനെ ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം. വെള്ളിൽ പരവകളായി നാം പൊങ്ങിപ്പടരാം, വർണ്ണവും വിതറിയ വാനിൽ തമ്മിൽ കലരാം, പോകാം പോകാം വെൽക്കം അൽഫോൺസേ. താങ്ക് യു. ഹലോ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു സോ മച്ച്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ. തീർച്ചയായിട്ടും ആദ്യകാല ഓർമ്മകൾ അതിൽ നിന്ന് തന്നെ നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു? ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ സൂപ്പർ സ്റ്റാറിന്റെ ഓർമ്മകള്. ശരിക്കും അല്ല, ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ നമ്മളുടെ ആ പഴയ സുഹൃത്തുക്കള് അവരെ മിസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. പ്രത്യേകിച്ച് ബാലു, ദീപു, അതൊരു വൺ ടൈം ഇതായിരുന്നല്ലോ, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കും. എവിടെ പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്ന റിമാർക്ക് അതാണ്, സൂപ്പർ സ്റ്റാറിൽ അന്ന് ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പം പിന്നെ അത് മാത്രമല്ല, നമ്മളും കുറെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കണല്ലോ. അന്ന് റിയാലിറ്റി ഷോ അതിനെ കുറിച്ചൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ അതെ, അറിയാണ്ട് കുറെ തമാശകളുണ്ടായി. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ചില അതിന്റെ ഈ ഫൺ എലമെന്റ്സ് ഒക്കെ ഉള്ള വീഡിയോസ് അത് ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്. അപ്പോ ചില സമയത്തൊക്കെ അത് കാണുമ്പോ ഇത്രയൊക്കെ കാണിക്കണമായിരുന്നു എന്നൊക്കെ തോന്നും. അതെ. പക്ഷേ ഇറ്റ് വാസ് എ ഫൺ. തീർച്ചയായിട്ടും എന്നൊരു മെമ്മറി ആണത്. തീർച്ചയായിട്ടും. ഓക്കെ, മഞ്ജരി ചേച്ചി, എപ്പോഴായിരുന്നു നിങ്ങളുടെ ആ ഒരു മീറ്റ്? ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് ആ സമയത്തെ മീറ്റ് ചെയ്തൊരു വ്യക്തിയാണ് അതേലെ. ഞങ്ങളുടെ എപ്പോഴും സംസാരിക്കുമ്പോ പറയുന്നത് അതേലേ, അതായിരുന്നു ഒരു സിഗ്നേച്ചർ വാക്ക് അൽഫോൺസ് ചേട്ടന്റെ. അതേലേ, അതിന് ഒരു ആത്മാർത്ഥതയില്ല, ചുമ്മാ ചോദിക്കുക, നമ്മൾ എന്ത് പറഞ്ഞാലും അതല്ലേ. ഒരു പ്രത്യേക ഒരു ടോൺ ഉണ്ട്. അത് ആക്ച്വലി തൃശ്ശൂരത്തെ ഒരു പ്രത്യേക നമ്മുടെ അഭിജിത്തിനൊക്കെ അറിയാം അല്ലേ, നമ്മള് വർത്താനം പറയുന്ന സമയത്ത് അതല്ലേ. അത് പക്ഷെ പിന്നീട് കളിയാക്കലായി, എന്ത് വന്നാലും അതല്ലേ. അപ്പൊ ആദ്യമായിട്ട് സിനിമയിൽ ഒരു പാട്ട്, ഞാൻ ആ സമയത്ത് ജസ്റ്റ് സ്കൂള് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നു. അപ്പൊ അൽഫോൺസ് ചേട്ടന്റെ ബ്രദർ ഉണ്ട്, ജോമോൻ ചേട്ടൻ. അദ്ദേഹം അവിടെ മസ്കറ്റിലായിരുന്നു, കീബോർഡ് വായിക്കുമായിരുന്നു. പിന്നെ നാട്ടിൽ വന്നപ്പോൾ അൽഫോൺസ് ചേട്ടനേക്ക് ആ സമയത്ത് തുടങ്ങുന്നേ ഉള്ളൂ. അല്ല, ഞാന് വെള്ളിത്തിര കഴിഞ്ഞിട്ട് ജലോത്സവം കഴിഞ്ഞു, അടുത്ത പടം. അപ്പൊ ആ സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ഇതുവരെ സിനിമയിൽ അങ്ങനെ പാടിയിട്ടില്ലല്ലോ. അപ്പം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒരു സിനിമ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് അൽഫോൺസ് ചേട്ടൻ. അതിലൊരു 3 പാട്ടുണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ സോങ്സ്. അതാണ് ഒരു പ്രാക്ടീസ് പോലെ അന്ന് തുടങ്ങി വെച്ചത്. പിന്നെ പ്രോജക്റ്റ് നടന്നില്ല, പക്ഷെ അതൊരു നല്ല പാട്ടുകളായിരുന്നു. നന്നായിട്ട് പാടും ചെയ്തു മഞ്ജരി. ആൻഡ് നമ്മളെന്ത് കൊറേ സമയം നമ്മള് ഒരുപാട് തമാശകൾ പറഞ്ഞ് ചിരിച്ചു. പിന്നെ ഒരു ടീം ഉണ്ടായിരുന്നു. അതിനുശേഷം ഓഫ് കോഴ്സ് അതെല്ലാം കഴിഞ്ഞ് കുറെ വർഷത്തിന് ശേഷമാണ് സിനിമാ കമ്പനിയിൽ ഞാൻ അൽഫോൺസ് ചേട്ടന് വേണ്ടി പാടുന്നത്. അതൊരു അൽഫോൺസ് ചേട്ടനുണ്ട് പാടിയിട്ടുണ്ട്. അപ്പൊ
ഫുൾ ഒരു മൂന്ന് പേരുണ്ട് അതില് ഹർഷ്ദീപ് കൗർ, ഹർഷ്ദീപ്, പിന്നെ പല്ലവി ഞാൻ പാടി, അനുപല്ലവി മഞ്ജരി. അതെ, ലാംഗ്വേജും ഡിഫറെന്റ് ഒരു പഞ്ചാബി ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം. നല്ല അടിപൊളി പാട്ടായിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോ ഇതുപോലെ പ്രോഗ്രാംസിനൊക്കെയാ കാണുന്നത്. അതല്ലാതെ പിന്നെ ഞങ്ങൾ ഒരു റിയാലിറ്റി ഷോയിൽ ഇരുന്നിരുന്നു. അപ്പൊ അത് രസകരരസമായ എക്സ്പീരിയൻസസ് ആയിരുന്നു. തമാശകൾ, ഇവിടെയും തമാശകളൊക്കെ വരും പുറത്ത്. അല്ല, അത് നേരത്തെ കഴിഞ്ഞ ഇതിന് വന്നപ്പോ ചേട്ടൻ തന്നതാ. അങ്ങനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, ചേട്ടൻ ഉപയോഗിക്കാത്ത ഞാൻ വെച്ചേക്കാന്ന്. അല്ല, വെറുതെ ഇടാൻ പറ്റുമോ? അതാണല്ലോ, അത് പറ്റത്തില്ല. ഹൃദയ സഖി സ്നേഹമയി ആത്മസഖി അനുരാഗമയി എന്തിനു നിന്നൊമ്പരമിനിയും എന്തിനു നിന്നോവുകളിനിയും എന്നും നിൻ തുണയായി നിഴലായി നിന്നരികിൽ ഞാനുണ്ടല്ലോ ഹൃദയ സഖി സ്നേഹമയി ആത്മസഖി അനുരാഗമയി എന്തിനു നിന്നൊമ്പരമിനിയും എന്തിനു നിന്നോവുകളിനിയും എന്നും നിൻ തുണയായി നിഴലായി നിന്നരികിൽ ഞാനുണ്ടല്ലോ ഹൃദയ സഖി. താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് എപ്പിസോഡിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇനി കുറെ പാട്ടുകൾ പാടണം, കഥകളൊക്കെ പറഞ്ഞു തരണം. അപ്പൊ ദാ ശരത് സാറിന്റെ അടുത്ത് പോയി ഇരുന്നോളൂ. പരവകളായി നാം പൊങ്ങിപ്പടരാം വർണ്ണവും വിതറിയ വാനിൽ തമ്മിൽ കലരാം. ഓക്കെ, അൽഫോൺസ് സർ റെഡി അല്ലേ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അറിയിക്കട്ടോ. മൈക്ക് അവിടെ വരുമ്പോ ഒന്ന് പഠിപ്പിച്ചു. പറഞ്ഞു തരുന്നില്ല, കറക്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. അൽഫോൺസ് അല്ലേ? അൽഫോൺസ് ഇവിടെ ഇരിക്കുന്നതിന് മുമ്പ് പല്ലൊക്കെ തേക്കണം. അടുത്തുള്ളത് കുറെ സന്തോഷം എനിക്കുള്ള സത്യമാണ്. ഇങ്ങനെ കുറച്ച് പേര് നമുക്കൊരു ഒരു പോസിറ്റീവ് വൈബാണ്. അൽഫോൺസ് ഒരു കള്ളനാണെന്ന് അറിഞ്ഞാലും ഞാൻ സ്നേഹിക്കുന്നത് അദ്ദേഹത്തിന്. അല്ല, അൽഫോൺസിന്റെ ഇപ്പൊ ഒരു പാട്ടിനെ പറ്റി പറഞ്ഞോണ്ടിരുന്നത്, അതുകൊണ്ടാണ് മൈക്ക്. അല്ല, മറ്റേ ഒരു പല്ല് തേക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. പല്ലക്ക് തേക്കോ ഇതുപോലുള്ള ഒരാളാണ് എന്റെ അടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് സെറ്റ് ചെയ്ത് മതി. ചേച്ചി, ഐ എം ഹാപ്പി. എല്ലാരും ഹാപ്പി അല്ലേ? അൽഫോൺസ് സാറിന്റെ മാർക്ക് നമ്മൾ ഹിഡൻ മാർക്ക് ആയിരിക്കും. മാർക്ക് എഴുതിയതേ അതിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അറിയാണ്ട് പോലും മാർക്ക് പറയണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ രവീന്ദ്ര സംഗീതം റൗണ്ട് പാടാൻ വരുന്നു നമ്മളുടെ മെബുട്ടൻ. സോ ലെറ്റ്സ് എടാ, എങ്ങനെയുണ്ടായി? ചെറിയൊരു പാട്ടല്ലേ? നന്നായിട്ട് പാടാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. എന്നെ വലിച്ചു കീറും. കാരണം ശരത് സാറിന് ഈ പാട്ടുമായി ഒരു ബന്ധമുണ്ട്. അതെ, എന്താണ് സാർ അത്? ചെറിയൊരു ബന്ധം. ഇത് കേക്കാൻ പറ്റി ആദ്യമായിട്ട്. ബാക്കി കൂടെ മക്കളെ, ഇത് ഒരു മാഷിന് വേണ്ടി അറേഞ്ച് ചെയ്ത് പ്രോഗ്രാം ചെയ്തത് ഞാനാണ്. അത് അർജന്റിൽ ഓടിപ്പിടിച്ച് രാവിലെ, മോനെ നമുക്ക് ഇന്ന് റെക്കോർഡ് ചെയ്യണോടാ, ഓടിവാ. ഇപ്പൊ രാവിലെ 1.5 മണിക്കൂർ അങ്ങോട്ട് എടുത്തോളൂ. പക്ഷെ ഇതൊരു കീബോർഡിലിട്ട് ചെയ്തതാണ്. പിന്നെ എൻ്റെ ഓർക്കസ്ട്ര ഒക്കെ എടുത്തു. അപ്പോൾ ഓടിച്ചിട്ട് പിടിച്ച് മാഷിന് ഇത് ഓക്കെയാണോ മാഷേ എന്ന് പറഞ്ഞു. സൂപ്പർ മക്കളെ എന്ന് പറഞ്ഞു. അങ്ങനെ നീ പോയി എടുത്തോ, ട്രാക്ക് എടുത്തോ. പിന്നെ ദാസേട്ടൻ ഉച്ചയ്ക്ക് എന്തോ അന്ന് പാടിയത്. അപ്പോൾ ഇത് ആകാശത്താമര പോലെ ഇതൊക്കെ ഇങ്ങനെ
യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രോഗ്രാമിംഗ് ചെയ്തതാണ്. പെട്ടെന്ന് അതിലൊരു 8 ട്രാക്കും ഇല്ല ആ പാട്ടില്. അന്ന് RPG ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ എല്ലാം വായിച്ച് പേശൊക്കെ ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്ത ആ ഒരു ഏടാറ്റ് ഓടിയില്ല ഫൈനൽ മിക്സിൽ. അപ്പോൾ എനിക്കത് വിഷമായി പോയി. മാസ്റ്റർ വിളിച്ച് മോനെ മിക്സ് കിട്ടിയിട്ടുണ്ടോടാ ഒന്ന് കേക്ക് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കേട്ടപ്പോൾ ഇതില്ല. പിന്നെ മാഷിൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് മാഷിൻ്റെ ടെൻഷനാകും. പിന്നെ അത് ഓക്കെ, അത് ഓരോ പാട്ടിന് ഓരോ തലയെഴുത്തുണ്ടല്ലോ, അത് അങ്ങനെ അങ്ങ് പോയി. പക്ഷെ വിഷ്വലി വന്നപ്പോ വേറെ തന്നെ ഒരു പിന്നെ ഫീലായി. ഉറപ്പായിട്ടും ശ്രീനിവാസൻ സാറും ലാലേട്ടനും കൂടെ ചേർന്ന് ഭയങ്കര ഒരു ഫൺ മൂഡ് ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, അപ്പൊ ശരത് സാർ എന്നെ പറഞ്ഞോളൂ. അങ്ങനെയാണോ? ആ, അങ്ങനെ ആവാം. മക്കളെ മെബിനെ എന്താ സാർ? ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു സാർ. അതെ, അത് നമ്മൾ പാടുന്നത് മക്കളെ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. അതത്തെ സ്വരമൊക്കെ ഓക്കെ, അത് ഓക്കെ. നിന്റെ ഈ പ്രായത്തിന് അത് ഓക്കേടാ കേട്ടോ. പിന്നെ എനിക്കുള്ള ഒരു ഡൗട്ട്, എനിക്ക് മാത്രമല്ല മഞ്ജരിക്കും അൽഫോൺസിനും ഒക്കെ, ആ മാനിന് അത്രയും നീളമുണ്ടോ? ഇത് അമിതാഭ് ബച്ചന്റെ മാനാണോ എന്ന് ചെറിയ തോതിൽ തോന്നിപ്പോ. അത്രയും നീളം, അത് കുഴപ്പമില്ല മക്കളെ, അച്ചിരി നീണ്ടാലും കുഴപ്പമില്ല. നീ നല്ല സുഖം ഉണ്ടായിരുന്നു അത് കേൾക്കാൻ. പിന്നെ അതൊരു ഇഷ്യൂ അല്ല. മക്കളെ ഒന്ന് പാടാമോടാ ഈ മാനെ എന്നുള്ളത്, സ്വരം കഴിഞ്ഞിട്ടുള്ളത്. മാനേ ആ ചിലപ്പോ കാണും. ആ അടുത്തത് മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ. ആ മോനെ, ആ മാനെ കുറച്ചുകൂടെ തുറന്നു പറയാമോ? മാനേ ആ മാനേ 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 ആ മാന്ന് കേക്കട്ടെ. മാനേ മാനേ. ആ ലോ ആണല്ലേ മക്കൾക്ക്, അത് കുഴപ്പമില്ല. അടുത്തത് മെരുക്കിയാൽ മെരുങ്ങാത്ത കസ്തൂരി മാനേ, ഇണക്കിയാൽ ഇണങ്ങാത്ത മായപ്പൊന്മാനേ, കുറുമ്പിന്റെ കൊമ്പു കുലുക്കുന്ന ചോല, കുറുമ്പിന്റെ കൊമ്പു കുലുക്കുന്ന കൊമ്പു കുലുക്കുന്ന കൊമ്പു കുലുക്കുന്ന കൊമ്പു കുലുക്കുന്ന കൊമ്പു കുലുക്കുന്ന ചോല പെൺമാനേ. ആ ചിരിച്ചോടാ. ചോല പെൺമാനേ. ഒരു ചിരിയോടെ പാടിക്കോ. ചോല പെൺമാനേ, തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനേ, ഇല്ലില്ലം കാട്ടിലെ മുള്ളുള്ള മേട്ടിലെ ഹാലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനേ. മതി മകളെ, മതി. ഗുഡ്. അതിനെ പിടിച്ചു കെട്ടും. പിടിച്ചു കെട്ടും. ആ തുമ്പിലൊരു ചിരി. പിടിച്ചു കെട്ടും. പിടിച്ചു കെട്ടും കരളിലെ തടവറയിൽ കോപമോടെ മെല്ലെ മെല്ലെ മാറിടുന്ന മാൻകിടാവേ. ആ അത്ര ഉള്ളടാ. പിന്നെ അവസാനത്തെ മാനങ്ങ് എത്തിയില്ല. ആഹാ സൂപ്പർ. അത് കുഴപ്പമില്ല, അത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അതൊന്നും ഒരു ഭീകര തെറ്റായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഈ പ്രായത്തിൽ നിന്ന് മക്കള് പാടുകയല്ലേ. ആ ഗാനഗന്ധർവൻ പാടി വെച്ചേക്കുന്ന ഒരു പാട്ടും. അപ്പൊ മക്കളെ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മെബു എന്തോ സൂപ്പർ. താങ്ക് യു മാം. മെബു പാടുന്ന നമുക്കറിയാം, അസലായിട്ട് ഇതിനു മുൻപും നല്ലതുപോലെ ക്ലാസിക്കൽ പാട്ടുകളൊക്കെ പാടും. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. വല്ലാത്ത ഒരു ചങ്കുറ്റം ഈ പാട്ട് എടുക്കാൻ അതിമനോഹരമായിട്ട് പാടുകയും ചെയ്തു. സൂപ്പർ മോനെ. താങ്ക് യു മാം. ഇതൊക്കെ ഇങ്ങനത്തെ പാട്ടുകൾ പാടാനാണോ ഇഷ്ടം? ഇങ്ങനത്തെ ഞാൻ പണ്ട് ഈ പാട്ട് സ്റ്റേജില് ഒരു ചേട്ടൻ പാടുന്ന കേട്ട് അന്നോട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ പാടണമെന്നുണ്ടായിരുന്നു. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് ഏകദേശം ഒരു 7-8 വയസ്സായി. 7. ഇപ്പൊ എത്രയുണ്ട്? ഇപ്പൊ 13. എത്ര? 13. മെബു എന്തായാലും എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു കുട്ടിയാണ്. നന്നായിട്ട് ഇപ്രാവശ്യം പെർഫോം ചെയ്തു. കണ്ണ് തട്ടല്ലേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഇപ്പം സാറ് പറഞ്ഞ പോലെ അതൊക്കെ തന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അല്ലാതെ ഈ ഒരു പാട്ട് ശരിക്കും നോക്കുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് വല്ലാത്തൊരു വെയിറ്റാണ്. മോൻ്റെ തോളത്തെടുത്ത് വെച്ചിട്ട് അത് ക്യാരി ചെയ്ത് അസലായിട്ട് പെർഫോം ചെയ്തു. ബ്യൂട്ടിഫുൾ. അല്ല അൽഫോൺസ് പറയാൻ കണ്ണ് തട്ടാതിരിക്കണേ കണ്ണാടി ഇട്ടാ പോരെ. അത് ശരിക്കും പറഞ്ഞ എന്നെ തിരിച്ചിങ്ങോട്ട് ഇട്ട കേട്ടോ. ചേട്ടൻ കണ്ണാടി വെച്ചേക്കണത് അതിന് വേണ്ടിട്ടാ. അങ്ങനെ പറ.
ഓക്കെ താങ്ക് യു ചേച്ചി. അൽഫോൺസ് അപ്പോ മോനെ എന്താ സർ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്. താങ്ക് യു സർ. പ്രത്യേകിച്ച് ആ സസ്റ്റെയിൻ ചെയ്യുന്ന ഭാഗത്തൊക്കെ എന്ത് കൃത്യമായിട്ടാണ് പിച്ചിൽ പാടി നിർത്തിയത്. ഭയങ്കര ഇഷ്ടമായി. കുറേ ഭാഗങ്ങൾ ഞാൻ നല്ലതായിട്ട് ആസ്വദിക്കായിരുന്നു. ഒറ്റൊരു പോയിന്റ് മാത്രം, അത് അങ്ങനെ ഒരു എററായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ വാക്കുകൾ പറയുമ്പോഴത്തേക്കും കടവത്ത് എന്നുള്ള ആ ഭാഗം ഒന്ന് പാടാം മോനെ. കൊതിച്ചു പോയി കണ്ടു കണ്ടു കൊതിച്ചു പോയി വാർത്തിങ്കൾ നെഞ്ചിലേറ്റി മീതലോടും സ്വർണ്ണമാനി കടവത്ത് കണ്ടാലോ നീ. അത് കാടവത്ത് എന്ന് പറയുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അത് കടവത്ത് അവിടെ നമ്മൾ ഒത്തിരി അങ്ങനെ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കായായിപ്പോവും. അപ്പം അത് ദാസേട്ടൻ പാടിക്കണത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു അങ്ങനത്തെ ഒരു മൈന്യൂട്ട് ഇതിനകത്തൊക്കെ വളരെ സൂക്ഷിച്ചായിരിക്കും അത് പറയുന്നത്. ഇപ്പം ചില ആ വാക്കുകളുടെ ഇതിൽ മാത്രം അത് മാത്രം എനിക്കൊരു ഇത് തോന്നിയുള്ളൂ കേട്ടോ. പിന്നെ മോന്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പത്തിലെ ശബ്ദം പോലെ എനിക്ക് തോന്നി. കാരണം ചെറുപ്പത്തില് എനിക്ക് ഒരു ഇപ്പൊ 13 വയസ്സല്ലേ മോനെ? എനിക്ക് ഈവൺ 13 കഴിഞ്ഞിട്ടും ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു വോയിസ് ഇപ്പോഴും. വലിയ അല്ല എനിക്കിപ്പം ഇപ്പൊ കണ്ടിട്ട് എനിക്ക് അൽഫോൺസ് ചെറുതായി നിൽക്കുന്നോണെന്നിരിക്കുന്നു മക്കളെ കണ്ടിട്ട്. ആണോ? എനിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ണട മാറ്റണം, കണ്ണട മാറ്റണം. എനിക്ക് അതുപോലെ തന്നെ ഓർക്കസ്ട്ര ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി. അത് ചരിത്തേട്ടൻ ചെയ്ത ഓർക്കസ്ട്രേഷൻ നല്ലതായിട്ട് അത് അവതരിപ്പിച്ചു. അതെന്നെ ഭയങ്കര ഞാൻ സ്പെഷ്യലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ മോനെ അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ ശരത് സർ. യെസ്. മെബൂട്ടന്റെ മാർക്ക്. മെബൂട്ടാ എന്താ സർ? 9.3. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി മെബിൻ, എന്താ? മെബൂട്ടിന് ഞാൻ 9.7. അൽഫോൺസ് സർ കിട്ടോ? മെബു ടോട്ടൽ 19 മാർക്സ്. സൂപ്പർ, അടിപൊളി. അങ്ങനെ രവീന്ദ്ര മാഷിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് നമ്മൾ കേട്ടു. ഇനി ഒരു അടിച്ചുപൊളി പാട്ടിലേക്ക് പോവാം. റെട്രോ റൗണ്ട്. ഡാൻസ് കളിക്കാൻ റെഡി ആയിരുന്നു സർ? ഓക്കേ, സോ ലെറ്റ്സ് വെൽക്കം ആളുങ്ക പക്കൽ யாருக்குது எங்க பால ஹே സ്റ്റൈലായിട്ടുണ്ട്. സൂപ്പർ അമ്മയാ. എന്താ? സൂപ്പർ, അടിപൊളി. എന്തിനാ ഇവന്മാരെ സെലക്ട് ചെയ്തേ? അത് ഗ്രൂമാസ സെലക്ട് ചെയ്ത. പക്ഷെ സൂപ്പർ ആയിരുന്നടാ, സൂപ്പർ. മെബു, ശ്രീഹരി ആ സ്റ്റെപ്പ് ഒന്നുകൂടെ കാണിച്ചേ. അല്ല ചേച്ചി, ശ്രീഹരിയുടെ സ്റ്റെപ്പ്. ഇത് മറ്റേ ഫയർ ഡാൻസ് ഒക്കെ പോലെ അത് തന്നെ. തീ കൂടി ഇട്ടിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ പാട്ട് എങ്ങനെ ഉണ്ടായി, പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ ചേച്ചി. പാടിയത് അമേയാണെങ്കിലും അവിടെ ടെൻഷൻ അടിച്ച് വെള്ളം കുടിച്ചത് മെബിന്. എന്തായിരുന്നു മെബിൻ? അതെ, ഓടി വരുന്നു, വെല്ലുവിളിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. സൂപ്പർബ് സപ്പോർട്ട്. അമേയ കലക്കി. കലക്കി. ആ ഡ്രസ്സ്, കോസ്റ്റ്യൂമും പാട്ടും ഇതൊക്കെ ഞാൻ സത്യത്തിൽ ആലോചിക്കും. ഈ റെയർ ആയിട്ടുള്ള സോങ്സ്, പക്ഷെ സാറിന്റെ പാട്ടുകളൊക്കെ വളരെ ഫേമസ് പാട്ടുകളാണ്. ഇതൊന്നും കേരളത്തില് റിയാലിറ്റി ഷോസിൽ ഞാൻ പാടി കേട്ടിട്ടേ ഇല്ല. അപ്പൊ സൂപ്പർ സ്റ്റാറിൽ ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള പാട്ടുകൾ കൊണ്ടുവരുമ്പത്തേക്ക് ഇനി ഇതെല്ലാരും ഏറ്റെടുക്കും അല്ലേ? അങ്ങനെ വേണമല്ലോ. അങ്ങനെ വേണമല്ലോ. അതെ, അസലായിട്ട് പാടിമോളൂ. താങ്ക് യു മാം. ലാസ്റ്റിലത്തെ സ്ഥലത്ത് മാത്രം ഒരു കൺഫ്യൂഷൻ തോന്നി. അവിടെ എന്തായിരുന്നു തക 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 തരത്താര തക 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 തിമി തര. അതൊന്ന് പാടുവോ? മെബു ഒന്ന് സപ്പോർട്ട് ചെയ്തോ അവിടുന്ന്. 1 2 3 4. തകതു തകതാ പനിസക സനിസ തരര 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 തക ജണ തക ജണ തര തകരിമി തക ജണ തക തകരിമി തക ജണ തക തകരിമി 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 തരത്താര തക 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 തരത്താര തക 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 തിമി തരത്താര തക തിമി തക തക തിമി.
ഇല്ല മോള് തെറ്റിച്ചിട്ട് എന്തിനാ ഇങ്ങോട്ട് നോക്കിയത്? നിങ്ങളാണ് തെറ്റിച്ചത്. അവര് കറക്റ്റ് ആയിരുന്നു. താളം കിട്ടില്ല. അത് നമ്മുടെ കയ്യിലെ കുഴപ്പമാ മോളെ. എന്തായിരുന്നു കൺഫ്യൂഷൻ? എന്തുകൊണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നത്? അത് ഓർക്കസ്ട്രയുടെ കൂടെ ആയപ്പോ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നോ? ഡാൻസിന്റെ കൂടെ എല്ലാം കൂടെ അങ്ങ് കൺഫ്യൂഷൻ ആയി പോയി. ഒന്ന് കയ്യിൽ നിന്ന് പോയി, ഒന്ന് സ്ലിപ്പായി പോയി അല്ലേ? അത് മാത്രമേ ഉള്ളൂ മോളോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് പെർഫോം ചെയ്യുമ്പോൾ ഉള്ള, നേരത്തെയും നമ്മൾ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ശ്വാസം പോകുമ്പോൾ ഉള്ള ശ്രുതി അവിടെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതല്ലാതെ ഈ ലാസ്റ്റിലത്തെ കൺഫ്യൂഷൻ കൂടി ഒഴിവാക്കിയാൽ പെർഫോമൻസ് നല്ലതായിരുന്നു. മഞ്ജരി, എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഈ കമന്റിന്റെ ഇടയ്ക്ക് ഒരു കിലുക്കം കേട്ട് എന്താണ് സംഭവം? ശരിയാണ്, ഞാൻ ഓർക്കുമായിരുന്നു. മോളെ നീ പറഞ്ഞ് ഇങ്ങനെ പാട്ടാണെങ്കിൽ അത് ഇതാണ് സർ. എന്തോന്നിത്? ചേച്ചി ഇതാണോ നേരത്തെ ഇത്? കിലുകിൽ പമ്പരം. ഇത് പമ്പരം. എന്നാ പാട്ടങ്ങ് പാട്. എന്തോ ഒരു ഒച്ചയും വേണോ? അതൊക്കെ അത് കൊള്ളായിരുന്നു. നൈസ്. താങ്ക് യു സർ. അമേയ എന്താ മാം? സൂപ്പർ. താങ്ക് യു ചേച്ചി. അൽഫോൺസ് സർ, ഇത് പാർക്കാന്ന് പറഞ്ഞ പോർഷൻ അല്ലേ? ആ ഭാഗം ഒന്ന് പാടാമോ? ഇதை பார்க்க பார்க்க புதுமை இசை கேட்க கேட்க അവിടെ എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയില്ല, ഒന്ന് ചെക്ക് ചെയ്യണം. പക്ഷെ അവിടെ ഭയങ്കര കർണാട്ടിക് ആയി പോയെന്നൊരു സംശയം. അല്ല, ആയിപ്പോയ അങ്ങനെ ആയത്. അപ്പൊ അത് അത്രയും വേണ്ട മോനെ, എനിക്ക് തോന്നുന്നു. ചില ഈ പാട്ടിന്റെ ഒരു സ്റ്റൈലും മൂഡും അനുസരിച്ചിട്ട് അത് അത്രേ ഉള്ളൂ മോളെ. അതെങ്ങനെ പഠിച്ചു? അങ്ങനെ just like that. No reason. അങ്ങനെയാന്ന്. ഓക്കെ, ഇതൊന്ന് പാടാമോ? ഇപ്പൊ പാടിയത് ഇதை பார்க்க பார்க்க புதுமை. അത്രേ ഉള്ളൂ മോളെ. പാർക്ക എന്ന് പറയുമ്പോ അവന് സ്വരം പാടേണ്ടി വരും. അപ്പൊ അത് മാത്രമേ ഉള്ളൂ മോനെ. അപ്പോ പിന്നെ അവസാനത്തെ അത് ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ തീർച്ചയായിട്ടും അത് ഈ ഡാൻസും പരിപാടികളുടെ ഇടയിൽ നമ്മൾ കൈവിട്ട് പോകുന്ന ചില കാര്യങ്ങളിൽ ഒരു സംഭവമായിരുന്നു അത്. പക്ഷെ നല്ലായിരുന്നു മോനെ. താങ്ക് യു സർ. ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. ശരത് സർ. യെസ് ബോസ്. മക്കളെ, എന്താ സർ? നല്ല രസമുള്ള പാട്ട്. മക്കളെ, ഇത് ഇപ്പൊ അൽഫോൺസ് പറഞ്ഞില്ലേ? അൽഫോൺസ് പറഞ്ഞൊരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നോക്കണം മക്കളെ, കേട്ടോ. പ്രധാനമായിട്ട് അത് മാത്രം കാര്യം, അതിൽ നിന്ന് മാറി നിൽക്കും മോളെ. ഓക്കെ സർ. അത് യാർദാൻ വെൽവത്, എന്നെ അല്ലേ, എന്നെ യാർദാൻ വെൽവത്, അതൊക്കെ കുറച്ചും കൂടെ കാര്യം മത്സരപ്പാട്ടായത്, അറിയാമോ? രണ്ടുപേരും പാടിയതാണ് മക്കളെ വെച്ച് അലക്കിയത്. ഓക്കെ മോളെ, ഈ പൂമാല വരുന്നതിന് മുമ്പ് ഒരു വേറെ സാധനം ഉണ്ടല്ലോ, ഹേയ് കമാൻ എന്നൊക്കെ പറഞ്ഞത്, അതിന് ശേഷമുള്ള ഒന്ന് പാടാമോ? മോളെ, അത് കണക്ട് ചെയ്യടാ, വഴി കൊണ്ട് വിടാതെ. അതെല്ലാം ഓക്കെ, വിട്ടേക്കാം, കുഴപ്പമില്ല. ഇത് ചേർക്കണോടാ, ആ ഒരു സൈറൻ പോലെ പാടിയിട്ടില്ലേ, അതുകൊണ്ട് എത്തിയാലേ അതിനൊരു സുഖമുള്ളൂ. അത് കൺട്രോൾ ചെയ്ത് പാടിയാൽ വേണം മോള് കൃത്യമായിട്ട് അവിടെ എത്തണം. അവിടെ എന്നൊക്കെ പാടരുത്, അത് പതുക്കെ ഇങ്ങനെ പോണം. മനസ്സിലായോ കുഞ്ഞിന്? മനസ്സിലായി മകളെ. അതുപോലെ എൻ്റെ ഇടയ്ക്ക് വന്ന പിന്നെ ഒരു തന്നന്ന വരുന്നുണ്ടല്ലോ, നമ്മുടെ പാടുമ്പോൾ പൂങ്കാറ്റിന് മുമ്പ്, അത് കുറച്ചും കൂടെ നന്നാവാ അവിടെ. അതൊന്ന് പാടാമോ? ഇപ്പൊ ഓക്കെ കേട്ടോ. അത് ആ ഗിറ്റാറും ആ വോയിസും കോമ്പിനേഷൻ രണ്ടും ഒരുപോലെ ഇരിക്കും, ഏകദേശം കേൾക്കാൻ ഈ പാട്ടിൽ ഒറിജിനൽ ഗിറ്റാറും ജാനകിയമ്മയുടെ ശബ്ദം ഒരുപോലെ ഇരിക്കും. ഇനി അടുത്തൊരു മേജർ കുഴപ്പമെന്ന് പറഞ്ഞാൽ മോളെ, ഇത് സമത്തിലല്ലടാ അവസാനത്തെ പോർഷൻ. 1 2 3 4 തക തക തകതാ തക തക തകതാ
തികതി തകത 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 തകതി തക 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 തകത തകതി തക തിക തക തികതി തക 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 തകത തക തകത തകതി തകത തികതി തകത തക തിക തക തിക തക തകത തിക തക തിക തക തക ഹേയ് അതല്ലേ വരേണ്ടത്. മൊത്തം കണക്റ്റഡ് ആണ്, സമത്തിലെ അല്ലത്. 1 2 ചക്ക മൈക്കറ 1 2 3 4. തകതു തകതാ പനിസക സനിസ തരരത്തരരത്തരരത്താ അല്ല മോനെ, അവിടെ അല്ലടാ, അപ്പൊ നീ തെറ്റി. തകത 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 തദത തകത 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 തകതി തകതി തക തകത തകതി തക ചട തക തകത തകജം തകജം തികതി തികതി തകത തകതി തക ചിക തക 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 തകതി തക ചിക തക തക. എടാ അതല്ല അതിൻ്റെ ഒരു ഗ്രിപ്പ്. ഈ പാട്ട് തങ് 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 തകത തകത എന്നേ തുടങ്ങാം. തകത തകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രിപ്പ് മുഴുവൻ പോയി. ബ്യൂട്ടി, അതിൻ്റെ ബ്യൂട്ടി അങ്ങ് പോകും. ആ ക്രാഫ്റ്റിൻ്റെ ബ്യൂട്ടി അങ്ങ് പോകും. ഒന്ന് കൃത്യമായിട്ട് പാടാം മക്കളുടെ രണ്ടും കൂടെ. 1 2 3 4. തകതു തകതാ പനിസക സനിസ തരരത്തരരത്തരരത്തരരത്താ തകതിക തകതിക തകതാ തകതിക തകതിക തകതാ തകതിക തകതിക എന്റെ അമ്മോ, ഹോയ്, ഹോയ്. ഇതൊക്കെ പഠിക്കണ്ടേ പ്രധാനമായിട്ട്. ഇതൊക്കെ അല്ല അതിന്റെ ഒരു യെസ് സർ, പെർഫെക്റ്റ്. ഗ്രിപ്പ്. അപ്പൊ മക്കളെ അത്രേ ഉള്ളൂ കേട്ടോ. അത് ഇതൊക്കെ ശരിയായിക്കോളണടാ. ഇതൊക്കെ നല്ല ഉഗ്രം പാട്ടുകാരല്ലേ നിങ്ങൾ. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൃത്യമാകുമ്പോൾ അത് ഒരു ഗും കാണും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഞാനിത് സർ ഇത് പറഞ്ഞപ്പോള് അജന്ത എന്ന് പറഞ്ഞൊരു പടം, ആ, രാജാ സാറിന്റെ ആ. 4 ഭാഷകളിലാണ് അത് എടുത്തത്. ഓ. അപ്പൊ അതില് ഇതേ പാറ്റേണിൽ ഒരു പാട്ട്, ഓ, അത് ഞാൻ അതിന്റെ തമിഴാണ് ഞാൻ പാടിയത്. ഏകദേശം സിമിലർ പാറ്റേണില് കേക്കാം. അതില് ലാസ്റ്റ് അത് പല രീതിയിലാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ബ്രില്യൻസ്, ഇതുപോലെ ഒരു പാറ്റേൺ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ പഴയ സുശീലാമ്മയുടെ ഒരു സിംഗിങ്ങില്ലേ അതുപോലത്തെ ഒരു മെലഡി വന്ന് പിന്നെ ജതി വന്ന് സ്വരം പാടി ഫിനിഷ് ചെയ്യുന്ന ഒരു പാട്ട്. അപ്പൊ അത് ഭയങ്കര ക്രിയേഷൻ ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു പാട്ട്. ഇതിപ്പോ കേട്ടപ്പോ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. മഞ്ജരി അത് കുറച്ച് പാട്. ഓർമ്മ വന്നാ പിന്നെ പാടണം അല്ലേ? സെയിം വായിച്ചാൽ മതി, ഇത് തന്നെ വായിച്ചാൽ. അതെ. இதோ ஓர் ஓர் இளைஞன் இளைஞன் புதிதாய் ஓர் ஓர் ரசிகன் ரசிகன் இதோ ஓர் ஓர் இளைஞன் இளைஞன் புதிதாய் ஓர் ஓர் ரசிகன் ரசிகன் வயசுக்கு தான் அவன் வந்து விட்டான் காதல் சொல்லி கதை கடித்தானே இதோ ஓர் ஓர் இளைஞன் இளைஞன் புதிதாய் ஓர் ஓர் ரசிகன் ரசிகன் இதோ ஓர் ஓர் இளைஞன் இளைஞன் புதிதாய் ஓர் ஓர் ரசிகன் ரசிகன் வயசுக்குத்தான் அவன் வந்து விட்டான் காதல் சொல்லி கதை கடித்தானே இதோ ஓர் ஓர் இளைஞன் இளைஞன் புதிதாய் ஓர் ஓர் ரசிகன் ரசிகன். മഞ്ജരി താങ്ക് യു ടു രാജാ സർ. സൂപ്പർ, നല്ലൊരു ഓർമ്മയായിരുന്നു ചേച്ചി. അതെ അതെ. എന്തായിരുന്നു അവിടെ? വയസ്സുക്കുത്താൻ ഇവൻ വന്ന് വിട്ടാൻ. ഒന്നുകൂടെ കാണിച്ച നിങ്ങളാ സ്റ്റെപ്പ് അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യേ ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഒരുമിച്ച് ഇങ്ങനെ. അവസാനം എല്ലാം ദേഷ്യം, എല്ലാം ദേഷ്യം. സൂപ്പർ, അപ്പൊ എന്തായാലും നമുക്കിനി മാർക്സ് ചോദിക്കാം. ഓക്കെ ചേച്ചി. അമ്മയക്കുട്ടി, എന്താ മാം? അപ്പൊ ഇന്നത്തെ ഈ പെർഫോമൻസിന് 8.2. താങ്ക് യു മാം. ശരത് സർ. അപ്പൊ മക്കളെ ശക്കരെ പഞ്ചാരെ, എന്താ ഞാൻ സാർ? ഇപ്രാവശ്യം മക്കൾക്ക് 8.2. താങ്ക് യു സാർ. സർ അൽഫോൻസ് സർ. ഓക്കെ, സോ ടോട്ടൽ 16.4. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്.
അടുത്തതായി നോൺ ഫിൽമി സോങ്സ് റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ ബദ്രി. വെണ്ണില ചോലയിലെ വെണ്ണക്കൽ പടവിങ്കൽ മൺകുടമേന്തി ഒരു പെണ്ണു വന്നു, ഒരു പെണ്ണു വന്നു. വെണ്ണില ചോലയിലെ വെണ്ണക്കൽ പടവിങ്കൽ മൺകുടമേന്തി ഒരു പെണ്ണു വന്നു, ഒരു പെണ്ണു വന്നു. മൺകുടമഴകിൻ്റെ മന്ദാരമലർക്കുടം പെൺകൊടി മെല്ലെ മെല്ലെ പടവിൽ വച്ചു, മെല്ലെ പടവിൽ വച്ചു. മൺകുടമഴകിൻ്റെ മന്ദാരമലർക്കുടം പെൺകൊടി മെല്ലെ മെല്ലെ പടവിൽ വച്ചു, മെല്ലെ പടവിൽ വച്ചു. താരക പെൺമണികളാറാടും വെണ്ണിലാവിൽ തീരത്താമങ്ക എന്തോ മറന്നു നിന്നു, എന്തോ മറന്നു നിന്നു. താരക പെൺമണികളാറാടും വെണ്ണിലാവിൽ തീരത്താമങ്ക എന്തോ മറന്നു നിന്നു, മറന്നു നിന്നു. വനത്തിൽ കൺമണിയെ പോലൊരു പൊന്നിൻ കിനാവിലവൾ മയങ്ങി നിൽക്കെ, എന്നെ മറന്നു നിൽക്കെ. കൺവതവോവനത്തിൽ കൺമണിയെ പോലൊരു പൊന്നിൻ കിനാവിലവൾ മയങ്ങി നിൽക്കെ, എന്നെ മറന്നു നിൽക്കെ. പുള്ളിമാൻ പേടയുടെ വർണ്ണചിത്രമാർന്നൊരാ മൺകുടം മന്ദമന്ദമൊഴുകിപ്പോയി, മന്ദമൊഴുകിപ്പോയി. പുള്ളിമാൻ പേടയുടെ വർണ്ണചിത്രമാർന്നൊരാ മൺകുടം മന്ദമന്ദമൊഴുകിപ്പോയി, മന്ദമൊഴുകിപ്പോയി. തുറന്നോ മലാള മൺകുടം തിരഞ്ഞപ്പോൾ വെണ്ണില ചോല പൊട്ടിച്ചിരിച്ചതെന്തേ, പൊട്ടിച്ചിരിച്ചതെന്തേ. മൺകുടമഴകിൻ്റെ മന്ദാരമലർക്കുടം പെൺകൊടി നിന്നെ വിട്ടുമറഞ്ഞു ദൂരെ, വിട്ടുമറഞ്ഞു ദൂരെ. വെണ്ണില ചോലയിലെ വെണ്ണക്കൽ പടവിങ്കൽ മൺകുടമേന്തി ഒരു പെണ്ണു വന്നു, ഒരു പെണ്ണു വന്നു. ഓക്കെ സർ, എനിക്ക് പാട്ട് ഇഷ്ടമായി. ദേവരാജ മാസ്റ്റർ പാട്ട് ആയപ്പം ഒരു പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ വെള്ളിത്തിരയിൽ നീ മണിമുകിലാടകൾ പാട്ട് ജയേട്ടൻ പാടി കഴിഞ്ഞിട്ട് ജയേട്ടൻ എന്നെയും കൊണ്ട് നിന്നെ ഞാനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. അങ്ങോട്ടാണോ കൊണ്ടുപോയത്? ദേവരാജ മാഷിന്റെ വീട്ടിലേക്ക്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയണേ, നീ ഇപ്പൊ എവിടേക്ക് പോണേന്ന് എനിക്ക് അറിയാവോ? ഞാൻ പറഞ്ഞു ഇല്ല, ദേവരാജ മാഷിന്റെ വീട്ടിലേക്ക്. അപ്പൊ എനിക്ക് ആകെ പേടിയായി പോയി. കാര്യം ആളെങ്ങനെ റെസ്പോണ്ട് ചെയ്യാന്നുള്ള അറിയത്തില്ലല്ലോ. അപ്പം അവിടെ ചെന്ന് പക്ഷെ വളരെ കൂളായിട്ട് സംസാരിച്ചു, അനുഗ്രഹമൊക്കെ തന്നു. അപ്പം അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ അങ്ങനെ ചുരുക്കം അതിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തെ. പക്ഷെ പാട്ടുകൾ കുഞ്ഞിലെ മുതലേ കേട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു, ഇഷ്ടമെന്ന് മാത്രമല്ല, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നതും മാഷിൻ്റെ അടുത്തു നിന്നാണല്ലോ, മാഷിൻ്റെ പാട്ടുകളിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു പാട്ട് മോനത് പാടിയപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ എനിക്ക് തോന്നിയാണ് ആ മെല്ലെ മെല്ലെ പടവിൽ വെച്ചു എന്നൊക്കെ പറയുന്നിടത്ത് ആ ഒരു ചേഞ്ചിലേക്ക് പോകുന്നിടത്ത് കൃത്യമായിരുന്നോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് തോന്നി. ഒന്ന് പാടാമോ ആ ഭാഗം? മൺകുടമഴകിൻ്റെ മന്ദാരമലർക്കുടം പെൺകൊടി മെല്ലെ മെല്ലെ
പടവിൽ വെച്ചു മെല്ലെ പടവിൽ വെച്ചു മെല്ലെ അല്ലേ, മെല്ലെ പടവിൽ വെച്ചു. മെല്ലെ പടവിൽ വെച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന ഭാഗങ്ങള് ചില ഇതുകളിൽ അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് ജെല്ലിയാത്ത പോലെ തോന്നി. അതല്ലെങ്കിൽ ബാക്കി ഭാഗങ്ങളൊക്കെ കൊള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു ദേവരാജ മാഷ് തന്നെ പാടിയ പാട്ടാണ് അല്ലേ? അതെ സാറേ. അപ്പൊ അദ്ദേഹത്തെ അനുകരിച്ചിട്ടാണോ പാടിയത്? കേട്ട് കേട്ട് അങ്ങനെ അങ്ങനെയായിപ്പോയി. കാര്യം വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഫ്ലേവർ എനിക്ക് തോന്നി പാടി കേട്ടപ്പോ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സർ. ബദ്രി, നല്ല രസമുള്ള പാട്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞാൽ നോക്കട്ടെ ആദ്യം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം. പാട്ടിന്റെ നാടകം ഡോക്ടർ, അത് 1961 റിലീസായത്. മ്യൂസിക് ജി ദേവരാജൻ മാസ്റ്റർ, പാടിയിരിക്കുന്നത് ജി ദേവരാജൻ മാസ്റ്റർ, ലിറിക്സ് എഴുതിയിരിക്കുന്നത് ONV കുറുപ്പ് സാർ. സൂപ്പർ സൂപ്പർ. അപ്പൊ മക്കളെ നന്നായിട്ട് തന്നെ പാടിയിടാം. താങ്ക് യു സാർ. അപ്പൊ എനിക്കുള്ള ഒരു ഡൗട്ട് തോന്നിയത് ഈ ഇപ്പൊ അനുപല്ലവി തുടങ്ങുന്നില്ലേ, അത് കുറച്ചിട്ട് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് ഹാഫാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത്. അന്ന് പാടാമോ? മൺകുടമഴകിന്റെ മന്ദാരമലർക്കുടം പെൺകൊടി മെല്ലെ മെല്ലെ പടവിൽ വെച്ചു മെല്ലെ പടവിൽ. അത് കഴിഞ്ഞിട്ട് പടവിൽ വെച്ചു പടവിലുണ്ടത്. അതിനുശേഷം താരക പെൺമണികളാറാടും വെണ്ണിലാവിൽ തീരത്താമങ്ക എന്തോ മറന്നു നിന്നു, എന്തോ മറന്നു നിന്നു. ഇപ്പൊ മുമ്പേ പാടിയപ്പോ പിന്നെ കുഴപ്പമില്ലായിരുന്നു. അത് മോനെ അത് കുറച്ചും കൂടെ ക്ലാരിറ്റി പറയട്ടടാ. താരക പെൺമണികളാറാ മണി മണി താരക പെൺമണി താരക പെൺമണികൾ പെൺമണികൾ താരക പെൺമണികളാറാടും ഒന്നുകൂടെ കള്ളൊന്ന് ശരിയാക്കി. താരക പെൺമണികളാറാടും വെണ്ണിലാവിൽ തീരത്താമങ്ക എന്തോ മറന്നു നിന്നു. അപ്പൊ ഇനി ഒന്നുകൂടെ വൃത്തിയായിട്ട്. താരക പെൺമണികളാറാടും വെണ്ണിലാവിൽ തീരത്താമങ്ക എന്തോ മറന്നു നിന്നു, എന്തോ മറന്നു നിന്നു. വേറൊന്നുമില്ല മോനെ, എനിക്ക് അതായിരുന്നു ഒരു ഡൗട്ട്. അതെന്താണ് നീ പാടുന്നൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഓക്കെ സാർ. അത് നോക്കിക്കൊള്ളു. അത് ഒക്കെ ഒരു അപ്പൊ ആ മാ എന്നുള്ളത് കേക്കണ്ടേ? വേണ്ടേ? വേണ്ടേ? അപ്പൊ അത് കേൾപ്പിക്കണ്ടേ? അത് അവിടെ ഇവിടെ നിന്ന് പാടിയാൽ ശരിയാകത്തില്ല. അതിന് കുറച്ചും കൂടെ ക്ലാരിറ്റി വേണം മോനെ. എന്ത് നമ്മൾ പറയും, ഇപ്പൊ തെറ്റായിക്കോട്ടെ, ആ തെറ്റിന് ഒരു ക്ലാരിറ്റി വേണം. ഓക്കെ സാർ. മാഷ് എന്ത് രസമായിട്ട് പാടിയേക്കുന്നല്ലേ. മാഷ് വേറെ പാടിയൊക്കെ കേട്ടുണ്ടോ മക്കള്? നാദബ്രഹ്മത്തിനും ഒക്കെ മാഷിന്റെ വീഡിയോസ് ഉണ്ട്. എന്ത് രസമായിട്ടാ പാടുന്നത്. ഇന്റർവ്യൂസിലൊക്കെ ഭയങ്കര സുഖമാണ്. ഞാൻ മാഷ് നേരിട്ട് പാടി കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മാഷിന്റെയും വളരെ കൊച്ചു ശബ്ദമാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്ര മാഷിന്റെ നേരെ ഓപ്പോസിറ്റാണ് മാഷ്. മാഷ് ഒന്ന് പാടുമ്പോ മാഷ് ചെറിയ ശബ്ദമാണ് മാഷിന്. എന്താ വന്നത്? നമ്മുടെ സിനിമാ സംഗീതത്തിന്റെ ഒരു തലതൊട്ടപ്പനാണ് ദേവരാജ മാഷ്. അത് പറയാതിരിക്കാൻ, നമുക്ക് ഇങ്ങനെയുള്ള കമ്പോസേഴ്സും ഇങ്ങനെയുള്ള പാട്ടുകാരൊക്കെ ഉള്ളതിന് നമ്മൾ അത്രയും അഹങ്കാരം മലയാളികൾക്കുള്ളതിൻ്റെ പ്രധാന കാരണം ഇവരൊക്കെയാണ് കേട്ടോ. മക്കൾക്ക് അഹങ്കാരം വേണ്ട കേട്ടോ. മക്കളെ അത്ര ഉള്ളടാ, നന്നായിട്ട് പാടി. താങ്ക് യു സാർ. താങ്ക് യു സാർ. ചേച്ചി ഭദ്രി. ഓ മാം. സൂപ്പർബ് സോങ്, സൂപ്പർബ് സിംഗിങ്. താങ്ക് യു മാം. നല്ല ഭംഗിയുണ്ടായിരുന്നു മോനെ കേൾക്കാൻ. ശരിക്കും ദേവരാജ് മാഷിന്റെ പാട്ടുകള് എത്ര പാട്ടുകൾ, എത്ര നല്ല പാട്ടുകൾ. നമ്മളിതൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പാട്ടുകളൊക്കെ പഠിച്ചിട്ടാണ്, അതായിരുന്നു ഞങ്ങളുടെ സ്കൂളിംഗ്. അപ്പൊ അങ്ങനെ പഠിച്ച് പല പാട്ടുകളും പഠിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പാട്ട് ഇപ്പൊ വീണ്ടും പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് ഈ ഒരു പാട്ട് ഒരു കുട്ടി പാടി കേൾക്കുന്നത്. ഇതിന് മുൻപ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. കുട്ടികൾ ഇതുവരെ ഇത്തരത്തിലുള്ള പാട്ടുകൾ എടുത്ത് പാടാറില്ല. ശരിക്കും ഞാൻ അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമുണ്ട് അതിൽ. ഇങ്ങനത്തെ പാട്ടുകൾ എടുത്തു കൊണ്ടുവന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്, ഈ പാട്ടുകളൊന്നും അറിയാത്തവർ. അവരുടെ മുമ്പിൽ ഇത് വന്നിട്ട് നിങ്ങൾ പാടുമ്പോൾ അവർക്ക് നിങ്ങൾ അറിവ് പകർന്നു കൊടുക്കുകയാണ് ഇങ്ങനത്തെ നല്ല പാട്ടുകൾ ഉണ്ട് എന്നുള്ളത്. പിന്നെ നന്നായി പാടി മോനെ. ഇതിൽ ഈ ഒരു കോമ്പസിഷൻ്റെ അകത്ത് ചെറിയ ദൈവതം വരുമ്പോഴത്തേക്കുള്ള ഒരു ഡിഫറൻസ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് ആ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അത് മോൻ. അത് നന്നായി ഹാൻഡിൽ ചെയ്തു. പിന്നെ അൽഫോൺസ് ഏട്ടൻ പറഞ്ഞ പോലെ അതിൽ ആ ചില നോട്ട്സ്, ഇപ്പം ഇങ്ങനത്തെ പ്രത്യേകിച്ച് എടുത്തു വരുന്ന നോട്ട്സ് വരുമ്പോണ്ടല്ലോ, അതായത് സർപ്രൈസ് നോട്ട്സ് വരുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പാടുമ്പോഴത്തേക്ക്
ഒന്ന് ഒരു എക്സ്ട്രാ ഒരു സുഖം ഉണ്ടാവും. അപ്പം അത് ചരണമായപ്പോഴത്തേക്ക് അതൊക്കെ മനോഹരമായിരുന്നു. ആ തുടക്കം മാത്രം അനുപല്ലവിയിൽ അത് വന്നപ്പോഴത്തേക്കുള്ളൊരു, പിന്നെ എനിക്ക് തോന്നിയത് വാക്കുകൾ പറയുമ്പോൾ മോന് കുറച്ചുകൂടി ഒന്ന് സ്പഷ്ടമാകാം. അതില് താരക പെൺമണി എന്തായിരുന്നു? താരക പെൺമണികൾ ആറാടും വെണ്ണില. അത് ആരാടും എന്നാണ് നേരത്തെ കേട്ടത് പാടുമ്പോ. റാ കുറച്ചുകൂടെ ഒന്ന് താറാവ് എന്നൊക്കെ, താറാവിന്റെ റാ ആണ് പാടേണ്ടത്, അതാണ് വേണ്ടത്. അതുപോലെ അത് കഴിഞ്ഞു വരുന്ന മറന്നു നിന്നു, റാ കുറച്ചുകൂടെ ഒന്ന് കേൾക്കണം. മറന്നു എന്നാണ് അത് പാടി വരുമ്പം കേൾക്കുന്നത്. കുറച്ചുകൂടി ആ വാക്കുകൾക്ക് അക്ഷരങ്ങൾക്ക് കുറച്ചുകൂടി ഒന്നൊരു ബലം കൊടുത്താൽ, ബലം എന്ന് വെച്ചാൽ അതൊരു ഫോഴ്സ് ചെയ്ത് പാടാനല്ല, നമ്മൾ ഉച്ചരിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. കാരണം ഇതിപ്പോൾ നിങ്ങളുടെ ഒരു മോൾഡിങ് സ്റ്റേജ് ആണ്, വോയിസ് മാറി ഒരു ടോട്ടലി ഡിഫറെൻറ്റ് വേൾഡിലേക്ക് എത്താൻ പോവാണ്. അപ്പോൾ ആ മ്യൂസിക്കിൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അക്ഷരങ്ങൾ കൂടി ഒന്ന് കറക്റ്റ് ചെയ്താൽ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ മാർക്സ്. ഓക്കെ ശരത് സാർ. ആ മക്കളെ, നീ കമ്പോസ് ചെയ്തൊരു പാട്ട് നമ്മുടെ അൽഫോൺസിനൊന്ന് പാടിക്കേപ്പി. നീളയൊരു സംഗീതധാരയാകും നിർമ്മല ശ്യാമനിശീധിനിയിൽ, നീളയൊരു സംഗീതധാരയാകും നിർമ്മല ശ്യാമനിശീധിനിയിൽ, നീഹാര ഹാരമണിഞ്ഞുറങ്ങും നീരജ പുഷ്പമേ ഉണരൂ നീ, നീരജ പുഷ്പമേ ഉണരൂ നീ, നീളയൊരു സംഗീതധാരയാകും നിർമ്മല ശ്യാമനിശീധിനിയിൽ. ശരിക്കും ഞെട്ടിട്ടോ, സൂപ്പറായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അതെ അതെ, നന്നായിട്ടുണ്ട് മോനെ, തെരിച്ചുപോയി. അല്ല ശരിക്കും സത്യമായിട്ട് നല്ല ഇഷ്ടമായി. അപ്പോൾ ശരിക്കും ഒരു കമ്പോസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് കേട്ടോ. താങ്ക് യു സാർ. അത് നന്നായിട്ട് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ട്രൈ ചെയ്യാം. നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പാട്ട്, ഞാൻ പണ്ടൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. ഈ എന്തെങ്കിലും മാഗസിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ പാട്ടെടുത്ത് ചുമ്മാ എൻ്റെതായിട്ടുള്ള ട്യൂൺ കൊടുക്കും. അപ്പൊ നമുക്ക് അങ്ങനെ അപ്പം അങ്ങനെയൊക്കെ ചുമ്മാ ചെയ്തു നോക്കാം. അപ്പം നമ്മൾ ആ ഒരു ഇതിനകത്ത് കുറേം കൂടി നല്ല ഇങ്ങനെ തെളിഞ്ഞു വരും നമ്മുടെ ഇത്. നന്നായിട്ടുണ്ട്, ഒരു നല്ല ഒത്ത ഒരു ട്യൂണായിട്ട് തന്നെ വന്നിട്ടുണ്ട്. താങ്ക് യു സാർ. മക്കളെ, കേൾക്കാത്ത ഇപ്പോൾ വയലാർ സാർ എഴുതിയ പാട്ടൊക്കെ എടുത്ത് അത് ലിറിക് അങ്ങോട്ട് എഴുതിയിട്ട് യൂട്യൂബിൽ കേൾക്കാണ്ട് മക്കളെ കമ്പോസ് ചെയ്യുക. ഓക്കെ സാർ. എന്നിട്ട് അത് കമ്പോസ് ചെയ്തതിന് ശേഷം അത് കേട്ട് നോക്കുക അതിൻ്റെ ഒറിജിനൽ എങ്ങനെ ആയിരുന്നു. അപ്പോൾ വയലാർ സാറിൻ്റെ പാട്ടും കമ്പോസ് ചെയ്തു എന്നുള്ളൊരു പേരും കിട്ടും നിനക്ക് കേട്ടോ. ഓക്കെ സാർ. ഉള്ള കള്ളത്തരൊക്കെ പറഞ്ഞു തരിക, മനസ്സിൽ വെച്ചാൽ മതി. മക്കളെ. ഓ സാർ. 8.7. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ചേച്ചി നിളയുടെ 8.8. താങ്ക് യു മാം. സാർ ഞാൻ നല്ല ഇപ്പം പുതിയ പാട്ടും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. അപ്പോൾ കുറച്ചും കൂടെ സൂപ്പർ മാർക്ക് താങ്ക് യു സാർ. എനിക്കൊരു വെല്ലുവിളിയാകും തോന്നുന്നു. ചേച്ചി അത് പാടി നല്ല രസമുണ്ടായിരുന്നു. ചേച്ചി ഒന്ന് ട്രൈ ചെയ്യുന്നു. എന്തായിരുന്നു അതിന്റെ ലൈന്? നിളയൊരു സംഗീതധാരയാകും നിർമ്മല ശ്യാമ നിശീധിനിയിൽ. ഇതാരാ എഴുതിയത്? ഇത് MK ഗോപകുമാർ സാറ്. ഓക്കെ. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ലിറിക്സ് കിട്ടി. അപ്പൊ പിന്നെ ഞാനത് കമ്പോസ് ചെയ്തു. അപ്പൊ ഞാൻ സാറിനോട് പെർമിഷൻ ചോദിച്ചു ചെയ്തോട്ടെ. അപ്പൊ യൂട്യൂബ് റിലീസ് ചെയ്തു പാട്ട്. ഓ, ഓർക്കസ്ട്ര ഒരു ചെറിയ താരമാണ്, വലിയ മ്യൂസിക് ഡയറക്ടർ ആവാൻ പോകുന്ന ആളാണ്. ശരത് സാറ് പ്രോഗ്രാമിംഗും ചെയ്തു തരും. ഞാൻ പാടും. ഇപ്പൊ ഞങ്ങളെല്ലാരും പാട്ട് പാടും, അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങളെല്ലാരും പാടൂടാ. അപ്പൊ നീ വിളിച്ച് പാടിച്ചാ മതി, വിളിക്കാം സാർ. പേയ്മെന്റ് ഒന്നും വേണ്ട. ചെയ്തൊന്ന് പാട്. ഒരു ലൈൻ പാടാം. നിളയൊരു സംഗീത ധാരയാകും. ആകും നീ തന്നെ മഞ്ജരി നിർമ്മല കമ്പോസ് ചെയ്തേക്കുന്നത്. കമ്പോസ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് പാടും, ഞാനൊന്ന് കേക്കട്ടെ. നിളയൊരു സംഗീതധാരയാകും. നിളയൊരു സംഗീത ധാരയാകും
നിർമ്മല ശ്യാമ നിശേ നിർമ്മല ശ്യാമ നിഷേധിനിയിൽ. താങ്ക് യു മാം. ഋഷഭം ഒന്ന് മഞ്ചരിയുടെ വകയാ. അത് തന്നെ ഋഷഭം നിനക്ക് ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്റെ ട്യൂണിൽ. ഇതൊക്കെ അങ്ങ് എടുത്തു വെച്ചോണം. എന്നിട്ട് നമ്മുടെതാന്നങ്ങ് പറഞ്ഞു. നിളയൊരു അതാണ് നിളയൊരു സംഗീത ധാരയായി. അതല്ലേ ആകും ധാരയാകും. നിർമ്മല ശ്യാമ നിർമ്മല ശ്യാമ ശ്യാമ നിഷേധിനിയിൽ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. സൂപ്പർ. സൂപ്പർ. ഓക്കെ സോ ടോട്ടൽ 17.5. ഓക്കെ സാർ, താങ്ക് യു. അങ്ങനെ ബദ്രിയുടെ ആ ഒരു പാട്ടോട് കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. യെസ്. ഓക്കെ അൽഫോൺസ് സർ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ കൂടെയുള്ള ഫസ്റ്റ് ഡേ? അടിപൊളിയായിരുന്നു. അത് എന്താ പറയാ, രണ്ടുപേരും ഇരിക്കുമ്പോൾ അത് അതിനകത്ത് വേറൊരു എന്താ പറയാ ഒരു ആഡ് ഓൺ ഇതാണ്. കാര്യം നമുക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന അത്രയും ദോസ്തായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ കൂടാതെ കുട്ടികളുടെ പാട്ട് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു വേറൊരു മൂഡായി. പിന്നെ ഇതൊരു സൂപ്പർ സ്റ്റാറിൻ്റെ വേദിയാണല്ലോ, അതിൻ്റെ ഒരു വേറൊരു എന്താ പറയുക പഴയ മെമ്മറികളും ഒക്കെ ഉണ്ട്. ഇറ്റ് വാസ് ഗ്രേറ്റ്. അപ്പൊ എന്തായാലും പോയിട്ട് നാളെ പാക്കലാം. ബൈ. അതൊരു മര്യാദ ഇല്ലാത്ത പരിപാടി ആയിപ്പോയില്ല പറയും. ഇങ്ങനൊക്കെ ഓരോ ചോദിച്ചു ഞാനിപ്പം അൽഫോൺസ് വേറെ എന്തെങ്കിലുമൊക്കെ പറയും എന്ന് വിചാരിച്ച് പിന്നെ കാണാം കേട്ടോ. അല്ല, ഫസ്റ്റ് ഡേയുടെ ഹാപ്പിനെസ് പറഞ്ഞല്ലോ. ആണോ? കുറച്ചും കൂടി പറയാൻ വേണ്ട വേണ്ട വിട്ടേ. ഗുഡ് ഇപ്പൊ മനസ്സിലായില്ല ആക്ടിംഗ് ലെവല്. ഞാൻ പോവാ. ഗുഡ് നൈറ്റ് ഒന്നുമില്ല. ബൈ.